നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മാർച്ച് മാസം 20-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പൈപ്പ് ലൈൻ വഴിയുള്ള പ്രകൃതിവാതകം PNG ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുന്ന സംസ്ഥാനങ്ങൾക്ക് 10% അധിക വാണിജ്യ LPG കൊമേഴ്സ്യൽ LPG നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ LPG പ്രതിസന്ധി 3-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോഴാണ് ഉപയോക്താക്കളെയൊക്കെ തന്നെ PNGയിലേക്ക് ആകർഷിക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുതിയ തന്ത്രം ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച കത്ത് സംസ്ഥാനങ്ങൾക്ക് കൈമാറിയതായിട്ട് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പൈപ്പ് ലൈൻ വഴി പ്രകൃതിവാതകം അത് അടുക്കളകളിലേക്ക് എത്തിക്കുന്ന സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം നിലവിലുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ഉപഭോക്താക്കൾ LPGയിൽ നിന്ന് PNGയിലേക്ക് മാറണമെന്നാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം. PNG കണക്ഷനായിട്ടുള്ള അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുക, പുതിയ അപേക്ഷകൾക്ക് 24 മണിക്കൂറിനുള്ളിൽ അനുമതി നൽകുക, പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനുള്ള പാട്ടത്തുക കുറയ്ക്കുക തുടങ്ങിയ പരിഷ്കാരങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് ഈ അധിക വാണിജ്യ LPG അനുവദിക്കുക. അതേപോലെ തന്നെ സിറ്റി ഗ്യാസ് അഥവാ പൈപ്പ് ലൈൻ വഴി പ്രകൃതിവാതക കണക്ഷൻ PNG ഉള്ളവർക്ക് ഇനി മുതൽ ഗാർഹിക LPG കണക്ഷൻ അത് നിലനിർത്താനായിട്ട് സാധിക്കില്ല. പാചകവാതക വിതരണത്തിലെ പ്രതിസന്ധികളൊക്കെ തന്നെ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ഈ ചട്ടങ്ങളിലൊക്കെ വരുത്തിയ പുതിയ ഭേദഗതി പ്രകാരമാണ് ഈ ഒരു നടപടി. കേരളത്തിൽ നിലവിൽ പൈപ്പ് ലൈൻ വഴി ഗ്യാസ് കണക്ഷൻ ഉള്ള ഒട്ടേറെ വീടുകൾ ഉണ്ടെങ്കിൽ പോലും ഇതിൽ ഭൂരിഭാഗം പേരും LPG സിലിണ്ടറുകളും ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കൈവശം വയ്ക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതാ പുതിയ നിയമം നിലവിൽ വന്നതോടുകൂടി PNG കണക്ഷൻ ഉള്ളവർക്ക് തങ്ങളുടെ LPG കണക്ഷൻ അത് ഉടനടി സറണ്ടർ ചെയ്യേണ്ടതായിട്ട് വരും. ഇത്തരക്കാർക്ക് ഇനി മുതൽ സിലിണ്ടറുകൾ റീഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ ഭാവിയിൽ പുതിയ LPG കണക്ഷൻ അത് സിലിണ്ടർ രൂപേണ എടുക്കാനോ അനുവാദമുണ്ടാകില്ല. സിറ്റി ഗ്യാസ് ഉപഭോക്താക്കൾക്ക് LPG സിലിണ്ടറുകൾ നൽകുന്നത് കമ്പനികൾക്ക് ഇപ്പോൾ കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ദേശീയ പാതകളിലെ ടോൾ പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും വെട്ടിപ്പുകൾ തടയുന്നതിനുമായിട്ട് കർശനമായ ഡിജിറ്റൽ റിക്കവറി നിയമങ്ങളുമായിട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ്. പുതിയ നിയമപ്രകാരം ടോൾ നൽകാതെ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് നിശ്ചിത ടോൾ തുകയുടെ ഇരട്ടി അത് പിഴയായിട്ട് ഈടാക്കും. പണമടയ്ക്കാത്തവർക്ക് നോട്ടീസ് അയക്കാനും അതോടൊപ്പം തന്നെ കുടിശ്ശിക വരുത്തുന്നവരുടെയൊക്കെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള സേവനങ്ങളൊക്കെ തന്നെ തടയാനും അധികൃതർക്ക് ഇപ്പോൾ അധികാരം നൽകുന്ന വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇലക്ട്രോണിക് ടോൾ കണക്ഷൻ സംവിധാനം വഴി റെക്കോർഡ് ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ പണം ഈടാക്കാനായിട്ട് കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വാഹന ഉടമയ്ക്ക് അൺപെയ്ഡ് യൂസർ ഫീ നോട്ടീസ് ലഭിക്കുക. പുതിയ പരിഷ്കാരം അനുസരിച്ച് ടോൾ നൽകാത്ത വാഹന ഉടമകൾക്ക് SMS, ഇമെയിൽ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴിയൊക്കെ തന്നെ ഡിജിറ്റൽ നോട്ടീസ് ലഭിക്കുന്നതാണ്. വാഹനം കടന്നുപോയ സ്ഥലം, അതോടൊപ്പം തന്നെ തീയതി, സമയം, അടയ്ക്കേണ്ട തുക എന്നിവ ഈ നോട്ടീസിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കും. നോട്ടീസ് ലഭിച്ച് 72 മണിക്കൂറിനുള്ളിൽ പണമടയ്ക്കുന്നവർക്ക് വലിയ ആശ്വാസമുണ്ട്. അതായത് ഇവർക്ക് പിഴത്തുകയില്ലാതെ യഥാർത്ഥ ടോൾ തുക മാത്രം അടച്ചുകൊണ്ട് നടപടികളിൽ നിന്നും ഒഴിവാക്കാം. എന്നാൽ ഈ കാലാവധി കഴിഞ്ഞാൽ ടോളിൻ്റെ ഇരട്ടി തുക പിഴയായിട്ട് നൽകേണ്ടി വരും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പ്രവാസി കേരളീയ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നിലവിൽ പെൻഷൻ പ്രായപരിധി എത്താത്തവർക്ക് കുടിശ്ശിക നിവാരണത്തിലുള്ള മികച്ച ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കുടിശ്ശികയും അതോടൊപ്പം തന്നെ പിഴപ്പലിശയും പ്രത്യേക ഇളവുകളോടുകൂടി അടയ്ക്കാനുള്ള സമയപരിധി 2026 മാർച്ച് 31 അവസാനിക്കും. അംശാദായവും പിഴപ്പലിശയും ഓൺലൈൻ വഴി നേരിട്ട് അടയ്ക്കാനുള്ള സംവിധാനം ഇപ്പോൾ ലഭ്യമാണ്. നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും കുടിശ്ശിക നിലവിലുണ്ടെങ്കിൽ ഈ കാലാവധിക്കുള്ളിൽ തന്നെ അത് തീർപ്പാക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം 60 വയസ്സിന് ശേഷം ലഭിക്കേണ്ട പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്ക് ഇത് തടസ്സമായേക്കാം. അതുകൊണ്ട് മാർച്ച് 31 മുൻപ് തന്നെ കുടിശ്ശികകൾ അടച്ചു തീർത്ത് നിങ്ങളുടെ അക്കൗണ്ട് അത് ആക്റ്റീവാണ് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തേണ്ടതാണ്. ക്ഷേമനിധി ബോർഡിൻ്റെ ഈ ഒരു ആനുകൂല്യം അത് എല്ലാ പ്രവാസി സുഹൃത്തുക്കളും പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ മക്കൾക്ക് പഠനോപകരണങ്ങളൊക്കെ തന്നെ വാങ്ങുന്നതിനുള്ള വിദ്യാഭ്യാസ ധനസഹായത്തിന്, അതായത് പഠന കിറ്റ് വാങ്ങുന്നതിനൊക്കെ തന്നെ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. 7-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സഹായം നൽകുന്നതിനായിട്ട് സർക്കാർ വർഷം തോറും നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലേക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ മറ്റ് അംഗീകൃത ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയോ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. ക്ഷേമനിധിയിൽ മുടങ്ങാതെ അംശാദായം അടയ്ക്കുന്ന തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ്. സോ അർഹരായിട്ടുള്ള എല്ലാ മോട്ടോർ തൊഴിലാളികളും ഈ ഒരു അവസരം കൃത്യസമയത്ത് തന്നെ വിനിയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷ
പെൻഷൻ, അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് ഗുണഭോക്താക്കൾ, അതുപോലെ സ്ത്രീ സുരക്ഷാ പദ്ധതിയിലുള്ളവർക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന 5 പ്രധാനപ്പെട്ട ഉത്തരവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2026 മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ പെൻഷൻ തുക അതാത് മാസങ്ങളിൽ തന്നെ വിതരണം ചെയ്യുന്നതിനായിട്ട് സർക്കാർ മുൻകൂട്ടി അനുമതി നൽകി ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി ധനവകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഉത്തരവുകൾ അത് ഇപ്പോൾ സർക്കാർ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. കൃത്യസമയത്ത് പെൻഷൻ ഉറപ്പാക്കുന്നതിനായിട്ട് പഞ്ചായത്ത് ഡയറക്ടറേറ്റും അതോടൊപ്പം തന്നെ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് ഇപ്പോൾ നിർദ്ദേശം നൽകി കഴിഞ്ഞു. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അത് ജനുവരി മാസത്തിലെ കുടിശ്ശികയെക്കുറിച്ചാണ്. സാങ്കേതിക കാരണങ്ങളാൽ ജനുവരിയിലെ പെൻഷൻ മുടങ്ങിപ്പോയ 16,000-ലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് ആ ഒരു തുക അതിപ്പോൾ പുനർവിതരണം ചെയ്യാനായിട്ട് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. ഈ തുക അർഹരായവരുടെയൊക്കെ തന്നെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തുന്നതായിരിക്കും. അല്ലാത്തവർക്ക് മാർച്ച് മാസത്തിലെ പെൻഷനോടൊപ്പം തന്നെ ഈ 2,000 രൂപ കൂടി ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ ഏപ്രിൽ മാസത്തിലെ പെൻഷൻ അത് വിഷു പ്രമാണിച്ചുകൊണ്ട് നേരത്തെ വിതരണം ചെയ്യാനും തീരുമാനമായിട്ടുണ്ട്. ഏപ്രിൽ 9-ാം തീയതി നടക്കുന്ന ഇലക്ഷന് മുൻപ് തന്നെ ഗുണഭോക്താക്കളുടെ കൈകളിൽ തുക എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മാർച്ച് 31 മുതൽ തന്നെ വിതരണ നടപടികൾ ആരംഭിക്കുന്നതാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ 2ാം ഘട്ട വിതരണമാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം. മാർച്ച് മുതൽ മെയ് വരെയുള്ള 3 മാസത്തെ ധനസഹായ വിതരണം അത് ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അപേക്ഷ നൽകിയിട്ടും തുക ലഭിക്കാത്തവർക്ക് ഈ ഘട്ടത്തിൽ മുൻഗണന ലഭിക്കുന്നതാണ്. മുൻപ് തുക ലഭിക്കാത്തവർക്ക് കുടിശ്ശിക ഉൾപ്പെടെ ഏകദേശം 4,000 രൂപ വരെ മെയ് മാസത്തോടുകൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പരമാവധി ആളുകളിലേക്ക് ഈ ഒരു ആനുകൂല്യം എത്തിക്കാനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പും ധനവകുപ്പും സംയുക്തമായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇനി പെൻഷൻ വിതരണ നടപടിക്രമങ്ങളിലെ ഇളവുകളെക്കുറിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ്. അത് വിധവാ പെൻഷൻ, അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷനൊക്കെ തന്നെ വാങ്ങുന്ന ഗുണഭോക്താക്കൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട കാലാവധി മാർച്ച് 31 നിന്നും ജൂൺ 30 വരെ നീട്ടിയിട്ടുണ്ട്. ഇത് ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാകും. ചുരുക്കത്തിൽ ഇലക്ഷൻ പ്രമാണിച്ച് പെൻഷൻ വിതരണം അത് തടസ്സപ്പെടാതിരിക്കാനും കുടിശ്ശികകൾ തീർക്കാനും സർക്കാർ വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് വഴി തുക ലഭിക്കുന്നവർക്ക് 2 തവണകളായിട്ടും തുക എത്തുന്നതാണ്. എന്നാൽ നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് മിക്കവാറും തുകകൾ ഒരുമിച്ച് ലഭിക്കാനാണ് കൂടുതലും സാധ്യത. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വിഷു, ഈസ്റ്റർ, റംസാൻ ആഘോഷങ്ങളോടനുബന്ധിച്ചുകൊണ്ട് സപ്ലൈകോ വഴി ആകർഷകമായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഇതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴിയുള്ള മാർച്ച് മാസത്തിലെ വിതരണവും സജീവമായിട്ട് തുടരുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് സപ്ലൈകോ വഴി ലഭിക്കുന്ന വിഷു കിറ്റിനെ സംബന്ധിച്ചുള്ളതാണ്. 1 കിലോ പഞ്ചസാര, 1/2 കിലോ വീതം ചെറുപയർ, വൻപയർ, കടല, അതോടൊപ്പം തന്നെ ശർക്കരപ്പൊടി എന്നിവയും ശബരിയുടെ പായസം മിക്സ്, പായസക്കൂട്ട്, നെയ്യ്, ജീരകം, കടുക്, പുട്ടുപൊടി, ഉപ്പുപൊടി, ചിക്കൻ മസാല, ഗരം മസാല, 1 ലിറ്റർ വെളിച്ചെണ്ണ, 250 ഗ്രാം ചായപ്പൊടി എന്നിങ്ങനെ 16 ഇനങ്ങൾ അടങ്ങിയതാണ് ഈ വിഷു കിറ്റ്. ഏകദേശം 1,250 രൂപ വില വരുന്ന ഈ ഒരു കിറ്റ് എല്ലാ കാർഡ് ഉടമകൾക്കും 1,001 രൂപയ്ക്ക് ഏപ്രിൽ 1-ാം തീയതി മുതൽ സപ്ലൈകോ വഴി ലഭ്യമാകും. ഇതോടൊപ്പം തന്നെ റംസാൻ കിറ്റുകളുടെ വിതരണവും ഏപ്രിൽ 20 വരെ തുടരുന്നതാണ്. കൂടാതെ സപ്ലൈകോയിൽ നിന്നും 1,000 രൂപയുടെ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്കായിട്ട് വിഷു കൈനീട്ടം എന്ന പേരിൽ സവിശേഷമായിട്ടുള്ള ഒരു കൂപ്പൺ പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെ ലഭിക്കുന്ന 101 രൂപയുടെ ഇളവ് അത് ഏപ്രിൽ 16 മുതൽ ആരംഭിച്ച് മെയ് 31 വരെയുള്ള കാലയളവിൽ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ, അതായത് മെഡിക്കൽ സ്റ്റോറുകളും പെട്രോൾ പമ്പുകളും ഒഴികെ ബാക്കിയുള്ളിടങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് റിഡീം ചെയ്യാവുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് വ്യാഴാഴ്ച മാർച്ച് 19-ാം തീയതി സ്വർണ്ണവിലയിൽ രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് വൻ ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 505 രൂപയും പവന് 4,040 രൂപയുമാണ് ആകെ കുറഞ്ഞത്. രാവിലെ 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 255 രൂപ കുറഞ്ഞ് 14,175 രൂപയും പവന് 2,040 രൂപ കുറഞ്ഞ് 1,13,400 രൂപയിലുമായിരുന്നു വ്യാപാരം നടന്നത്. ഉച്ചയ്ക്ക് 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 250 രൂപ കുറഞ്ഞ് 13,925 രൂപയിലും പവന് 2,000 രൂപ കുറഞ്ഞ് 1,11,400 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.